ജോലിയുടെ ഭാഗമായി അടുത്തൊരു യാത്രയിലേക്കായിരുന്നു. ഫാർഗോയിൽ നിന്നും കാൻസസ് സിറ്റി, ഫാർഗോയിൽ നിന്നും ആദ്യം മിനിയാപോളിസ് വരെ ഫ്ലൈറ്റ് എടുക്കുന്നു. അത് 1 മണിക്കൂറാണ്. പിന്നെ അവിടുന്ന് കാൻസസ് സിറ്റിയിലേക്ക് മറ്റൊരു മണിക്കൂർ യാത്ര ചെയ്യണം. രാവിലെ 3 മണിക്കാണ് ക്യാബ് പിടിച്ച് ഞാൻ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എയർപോർട്ട് വരെ എത്തിയത്. ഫാർഗോയിലെ എയർപോർട്ട് വളരെ ചെറിയ എയർപോർട്ടാണ്. 4 ഗേറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് കാരണം വളരെ സൗകര്യവുമാണ്. Larger electronic devices must be placed in a bag. Handheld portable electronic devices, including mobile phones, should also be secured. 6 മണിയായപ്പോഴത്തേക്ക് മിനിയാപോളിസിലെ എയർപോർട്ടിലെത്തി. വിശന്നുകൊണ്ട് അപ്പം തന്നെ ഒരു സ്മൂതി വാങ്ങി കഴിച്ചു. എന്നിട്ട് അവിടെ വെറുതെ എയർപോർട്ടിൽ ഗേറ്റിൻ്റെ അവിടെ കുറേ നേരം ഇരുന്നു. അടുത്ത ഫ്ലൈറ്റ് 10 മണിക്കേ ഉള്ളായിരുന്നു. അവിടെ നിന്ന് പിന്നെ നേരെ കാൻസസ് സിറ്റിയിലെത്തി. കാൻസസ് സിറ്റിയിലെ എയർപോർട്ടിൻ്റെ അകമാണിത്. ഞാൻ നേരത്തെ വന്നിട്ടുണ്ട് കാൻസസ് സിറ്റിയിൽ. വളരെ വലിയൊരു എയർപോർട്ടാണ്. മിനിയാപോളിസിനെക്കാളും ചെറുതാണ്, പക്ഷേ ഫാർഗോനെക്കാളും വലുതാണ്. എയർപോർട്ടിൽ നിന്ന് ഒരു റെൻ്റൽ കാർ എടുത്തിട്ട് അന്ന് രാത്രി താമസിക്കാൻ പോകുന്ന ഹോട്ടലിലേക്ക് ഡ്രൈവ് ചെയ്തു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പം കാൻസസ് സിറ്റിയിൽ നിന്ന് മാൻഹാട്ടൻ കാൻസസ് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് പോയി. ഈ സ്ഥലം മാൻഹാട്ടൻ കാൻസസ് എന്ന് പറയുന്നത് കാൻസസ് സിറ്റിയിൽ നിന്ന് 2 മണിക്കൂർ ദൂരെയായിരുന്നു. കാൻസസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലോട്ടായിരുന്നു എൻ്റെ യാത്ര. അവിടെ കുറച്ച് പ്രൊഫസേഴ്സിനെ കാണാനുണ്ടായിരുന്നു. ഇവർ ഒന്നുകിൽ ഞങ്ങളുടെ കറണ്ട് കസ്റ്റമേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. ഇത് കാൻസസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ അകമാണ്. അവിടുന്ന് പിന്നെ വൈകുന്നേരം അടുത്ത ഹോട്ടലിലേക്ക് പോയി. ബ്ലൂ മൗണ്ട് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലായിരുന്നു. കാൻസസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്തായിരുന്നു. എനിക്ക് ഈ ഹോട്ടലിലെ എല്ലാ കാര്യങ്ങളും വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ലേ ഔട്ട് ഇഷ്ടപ്പെട്ടു. അവരുപയോഗിച്ചിരിക്കുന്ന കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ്. അവരുടെ മൊത്തം ഡിസൈൻ, അകത്തെ ഇൻറ്റീരിയർ ഡിസൈനിങ് എല്ലാം ഇഷ്ടപ്പെട്ടു. സർവീസ് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ ഭക്ഷണവും വളരെ നല്ലതായിരുന്നു. അവിടുന്ന് പിന്നെ രാത്രി അവിടെ താമസിച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ടോങ്കനോക്സി കാൻസസ് എന്ന് പറയുന്ന സ്ഥലത്തിലോട്ട് ഡ്രൈവ് ചെയ്തു. ടോങ്കനോക്സി എന്ന് പറയുന്നത് മാൻഹാട്ടൻ കാൻസസിൽ നിന്നും കാൻസസ് സിറ്റിയിലോട്ട് പോകുന്ന വഴിക്കാണ്. അതുകൊണ്ട് എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് ഈ സ്ഥലത്ത് ഈ കസ്റ്റമേഴ്സിനെ വന്ന് കാണാൻ പറ്റി. അവിടുന്ന് പിന്നെ റെൻ്റൽ കാറ് തിരിച്ച് കൊണ്ടു കൊടുത്തിട്ട് അടുത്ത ഹോട്ടലിൽ താമസിച്ചു. അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് കഴിച്ചിട്ട് കിടന്നുറങ്ങി. വെളുപ്പിന് 3 മണിക്കായിരുന്നു എയർപോർട്ടിലേക്ക് പോകേണ്ടത്, അടുത്ത ഫ്ലൈറ്റ് പിടിക്കാൻ, അതായത് കാൻസസ് സിറ്റിയിൽ നിന്ന് തിരിച്ച് ഫാർഗോയിലേക്ക്. ഹോട്ടലിലെ വലിയ സൗകര്യമുള്ളൊരു സംഭവമായിരുന്നു എയർപോർട്ട് ഷട്ടിൽ. ഹോട്ടലിൽ നിന്ന് 24 മണിക്കൂറും എല്ലാ 15 മിനിറ്റ് ഇടവിട്ട് ഷട്ടിലുണ്ടായിരുന്നു എയർപോർട്ടിലേക്ക്. അതുകൊണ്ട് വളരെയധികം സൗകര്യമായിരുന്നു. അങ്ങനെ വന്ന വഴിക്ക് തന്നെ നമ്മൾ തിരിച്ചു പോന്നു. കാൻസസ് സിറ്റിയിൽ നിന്ന് മിനിയാപോളിസിൽ നിന്നും ബാക്ക് ടു ഫാർഗോ.